रना रना रनु കേരളം രാഗങ്ങളിലും താളങ്ങളിലും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ നാട്. ഇന്ത്യക്ക് അനേകം പ്രതിഭകളെ നൽകിക്കൊടുത്ത ഈ മണ്ണിൽ നിന്നാണ് ഒരു പകിട്ടേറിയ സംഗീത ജീവിതം ആരംഭിച്ചത്. ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള അങ്ങാടിപ്പുറം സ്വദേശി. ശുദ്ധമായ കർണാടക സംഗീതത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമായ ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറത്തിൻ്റെ ജീവിതകഥയുമായി കുഞ്ഞു സ്റ്റോറി ഇങ്ങനെയും ചെയ്യും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അംബസുത ആമര വിനൂത ലംബോദര ലഘുനികര സിദ്ധ ധപ മാഗ രേ സരേ ഗമ പധനി സാനി ധപ മഗരി സധനി സാനി ധപ മഗരി സരി ഗമ പദനി സനി ധപ മഗരി സരി ഗമ പദനി സനി ധപ മഗരി സരി ഗമ സനി ധപ മഗരി സരി ഗമ പദനി സനി ധപ മഗരി. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറം. യശശരീരനായ ശ്രീ കലാമണ്ഡലം നാരായണ നമ്പീശൻ, അതായത് കലാമണ്ഡലം പ്രിൻസിപ്പാളായിരുന്നു, പ്രശസ്ത മദ്ദള വിദ്വാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകളാണ് ഞാൻ. തരകൻ ഹൈസ്കൂൾ അങ്ങാടിപ്പുറം, അവിടെയാണ് പഠിച്ചത്. അവിടെ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലളിതഗാന മത്സരത്തിന് ചേർന്നു. അന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ചത് അവിടുത്തെ സംഗീത അധ്യാപികയും ആയ ശ്യാമള ടീച്ചറും പിന്നെ ദേവകി ടീച്ചറും എല്ലാവരും കൂടിയാണ്. അങ്ങനെ എനിക്ക് അവിടുന്ന് ഫസ്റ്റ് കിട്ടി ലളിതഗാനത്തിന്. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് ഞാൻ പാട്ട് പാടും എന്നുള്ളത്. അതിനുശേഷം അങ്ങാടിപ്പുറം ഭജന, തിരുമാന്താംകുന്നിൽ ഭജന, PC അരവിന്ദേട്ടൻ്റെ നേതൃത്വത്തിൽ ഭജന ഉണ്ടായിരുന്നു. അതിലെന്നെ പാടിച്ചു. അപ്പോൾ അവർക്കും നല്ല ഇഷ്ടമായി. അങ്ങനെ പാട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയത് തരകൻ സ്കൂളിലെ അധ്യാപികയായ N ശ്യാമള ടീച്ചറുടെ കീഴിലാണ്. അവരുടെ കീഴിൽ 4-5 വർഷം പാട്ട് പഠിച്ചു. പിന്നെ മറ്റു പലരുടെ അടുത്തും പഠിച്ചു. അതിനുശേഷം പാലക്കാട് സംഗീത കോളേജിൽ ചേർന്നു. പിന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അച്ഛൻ്റെ കൂടെ കലാമണ്ഡലത്തിൽ ജോലിയിലുണ്ടായിരുന്ന പ്രശസ്തനായ കഥകളി സംഗീതജ്ഞൻ ശ്രീ കലാമണ്ഡലം ഗംഗാധരാശാൻ്റെ കീഴിൽ കഥകളി സംഗീതം 2 വർഷത്തോളം അഭ്യസിച്ചു. പിന്നീട് അതിന് സംസ്ഥാന തലത്തിൽ യുവജനോത്സവങ്ങളിൽ സമ്മാനങ്ങളൊക്കെ നേടി. അങ്ങനെ സംഗീത കോളേജിൽ ചേർന്നതിന് ശേഷം ഒരുപാട് നല്ല അധ്യാപകരുടെ കീഴിൽ സംഗീതം പഠിക്കാൻ സാധിച്ചു. പിന്നീട് MA മ്യൂസിക്കിന് മദ്രാസിൽ ചേർന്നു. അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലാണ് പഠിച്ചത്. പിന്നീട് തമിഴ് യൂണിവേഴ്സിറ്റിയുടെ PhD ചെയ്തു. ധാരാളം വേദികളിൽ സംഗീതം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ 25 വർഷമായിട്ട് ഇവിടെ ഒരു കലാസ്ഥാപനം നടത്തി വരുന്നു. അതിൽ നൃത്തം, സംഗീതം, വാദ്യോപകരണങ്ങൾ, ചിത്രരചന അങ്ങനെയെല്ലാം പഠിപ്പിക്കുന്നുണ്ട്.
പിന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സൗജന്യമായിട്ട് സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ സംഗീതോപകരണങ്ങൾ വളരെ മിതമായ വിലയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും കേൾവിജ്ഞാനം ഉണ്ടാക്കാൻ 2 മാസത്തിലൊരിക്കൽ പ്രഗത്ഭരായ ആളുകളെ കൊണ്ട് സംഗീത പരിപാടികൾ നടത്താറുണ്ട്, ഡെമോൺസ്ട്രേഷൻ നടത്താറുണ്ട്. അങ്ങനെ സംഗീത നൃത്ത ഈ വിദ്യാലയം 25 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഞാൻ 37 വർഷമായി സംഗീതം അഭ്യസിപ്പിക്കുന്നു കുട്ടികളെ. ധാരാളം ശിഷ്യഗണങ്ങളുണ്ട്. എൻ്റെ പേര് നിർമ്മല. ഞാൻ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയാണ്. ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് ഇവിടെ ടീച്ചറെ കുറിച്ച് കേട്ടത്. അപ്പോൾ ഇവിടെ വന്ന് ചേർന്നതിന് ശേഷം ഞങ്ങൾക്ക് വളരെ നല്ല മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ടീച്ചർ ഒരുപാട് വേദികൾ, പുറത്തേക്ക് നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമുക്ക് തരുന്നുണ്ട്. വളരെ നല്ല ക്ലാസ്സുമാണ്. അപ്പോൾ വളരെ ക്ഷമയോട് കൂടിയിട്ട്, കാരണം ഞങ്ങൾ ഇത്രയും പ്രായമായിട്ടുള്ള ആളുകളെ പഠിപ്പിച്ചെടുക്കുക പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നാലും ടീച്ചർ വളരെ ക്ഷമയോട് കൂടിയിട്ട് വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തരുന്നുണ്ട്. കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ ഞങ്ങൾ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ടീച്ചറെ ഒരു ശിഷ്യയാവാൻ കഴിഞ്ഞതിൽ. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്മേറ്റും കൂടി ആയിട്ടുള്ള PTM സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത മലയാളം അധ്യാപികയായിട്ടുള്ള നന്ദിനി ടീച്ചറെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്ലാസ്സിൻ്റെ ഒരു ഗുണം കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ള വലിയൊരു കാര്യം. ഞാൻ അമ്മു സുന്ദരൻ, ഇവിടെ അങ്ങാടിപ്പുറത്ത് തന്നെ വീട്. ഞാനിപ്പോൾ ടീച്ചറെ അടുത്ത് എത്തിയിട്ട് ഏകദേശം 2 മാസമായിട്ടേ ഉള്ളൂ. നല്ല ക്ലാസ്സാണ്. ടീച്ചർ അത്രയും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപികയാണ്. അതേപോലെ തന്നെ എൻ്റെ മോളുടെ മോളും ഇവിടെ പഠിക്കുന്നുണ്ട്. അവൾ പഠിക്കാൻ തുടങ്ങിയിട്ട് 5-6 മാസമായി. പിന്നെ ഇവിടെ വന്നപ്പോൾ വേറൊരു ഗുണം എന്താ വെച്ചാൽ ഇവിടെ ചെണ്ടുണ്ട്, വയലിൻ ഉണ്ട്, ഗിത്താറുണ്ട്, ചിത്രകല ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പഠിക്കേണ്ടതെന്നുള്ള താല്പര്യമുള്ളവർക്ക് ഏതും പഠിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാണ്. അതോടൊപ്പം ഡാൻസും ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഒരേ സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ആകാശവാണി ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ്. അതുകൂടാതെ ദൂരദർശൻ, ഏഷ്യാനെറ്റ്, അമൃത തുടങ്ങിയ ചാനലുകളിൽ സംഗീത പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സംഗീത കൃതികൾ രചിച്ചിട്ടുണ്ട്. ഞാനും ശ്രീദേവിയും തമ്മിലുള്ള സൗഹൃദം, ആ സ്നേഹം ശ്രീദേവിയുടെ കുട്ടിക്കാലം മുതൽ തുടങ്ങിയതാണ്. ശ്രീദേവിയുടെ അച്ഛൻ കലാമണ്ഡലം നാരായണൻകുട്ടി എന്ന് അദ്ദേഹത്തിന് ഞങ്ങൾ വിളിക്കുക. അദ്ദേഹം അറിയപ്പെടുന്നൊരു മദ്ദള വിദ്വാനാണ്. പക്ഷെ അദ്ദേഹത്തിന് അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു സംസ്കൃത പണ്ഡിതനും കവിയും കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംശയം ചോദിക്കാൻ പോകും. പാട്ട് എഴുതുമ്പോഴൊക്കെ സംസ്കൃത പദങ്ങൾ ധാരാളം ആവശ്യം വരാറുണ്ട്. അപ്പോൾ ശ്ലോകങ്ങളൊക്കെ എഴുതുകയാണെങ്കിൽ അദ്ദേഹമായിരുന്നു എൻ്റെ വഴികാട്ടി. അപ്പോൾ അന്നും കുട്ടിക്കാലം മുതൽക്കാൻ ശ്രീദേവി എനിക്ക് പരിചിതമാണ്, വളരെ സ്നേഹമായിട്ട് തന്നെ. അന്നും ശ്രീദേവി പാടുമായിരുന്നു. അതുകൊണ്ടായിരിക്കും കൂടുതൽ പിന്നീട് ബന്ധദ്വരി നിലനിന്നത്. ഞങ്ങൾക്കൊരു ഭജന സെറ്റൊക്കെ ഉണ്ടായിരുന്നു അന്ന്. കുട്ടിക്കാലം നിൽക്കുന്നതാണ് കേട്ടോ. അന്ന് ശ്രീദേവിയിൽ ഞാൻ ദേവികുട്ടി എന്നാണ് വിളിക്കാം. അപ്പോൾ അങ്ങനെ തന്നെ വിളിക്കാം. ദേവികുട്ടി ഞങ്ങളെ കൂടെ ഇരുന്ന് ഭജനയിൽ, അങ്ങനെയാണ് ദേവികുട്ടി തുടങ്ങണമെന്ന് തോന്നുന്നു പാട്ടിൻ്റെ ലോകത്തേക്ക്. ആദ്യമൊക്കെ ഒരു ഞങ്ങൾ ഒട്ടും അറിയാത്തവരാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ കുറച്ച് നന്നായി ചെല്ലുന്ന നല്ല ശബ്ദമുള്ള കുട്ടി ദേവികുട്ടിയാണ്. അങ്ങനെ വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭജനയില്ലി. എന്താ പറയുക, ഇപ്പോഴും ദേവികുട്ടി അതിന് ഒരുപാട് വലുതായി, ഡോക്ടറേറ്റ് വരെ എടുത്തു. ഇപ്പോഴും ഭജന ഉള്ള ദിവസങ്ങളിൽ 30 ഞായറാഴ്ചയാണ് തിരുമാന്താംകുന്നിൽ വെച്ച് ഈ ഭജന നടക്കുന്നത്. ദേവികുട്ടിക്ക് അവസരം കിട്ടിയ ദേവികുട്ടി വരാറുണ്ട്. ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വിധം പങ്കെടുക്കാറുണ്ട്. അത് നമുക്ക് എടുത്തു പറയേണ്ടൊരു സ്വഭാവമാണ്. കാരണം പലരും വന്ന വഴിയൊക്കെ മറക്കുന്ന ആൾക്കാരാണ്. ദേവികുട്ടി അതൊന്നുമില്ല. അതുപോലെ തന്നെ എനിക്ക് പാട്ടിനെ കുറിച്ച് എന്ത് സംശയം, ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രാഗങ്ങളിൽ പാട്ട് എഴുതേണ്ടി വരും. അപ്പോൾ ഞാൻ സംഗീതം പഠിക്കാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒരു ഗൈഡൻസ് വേണം. അപ്പോൾ ഇന്ന രാഗത്തിൽ ചെയ്താൽ നന്നാവും, അതിൻ്റെ ഒരു സ്ട്രക്ചർ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ദേവികുട്ടി അടുത്തേക്ക് പോയിട്ടാണ് ചോദിക്കാതൊക്കെ എന്തെങ്കിലും ഒരു പുതുമില്ല. അപ്പോൾ പല പാട്ട് എഴുതാനുള്ള പ്രചോദനം, അത് എഴുതാനുള്ള മീറ്റർ നമ്മൾ പാട്ട് എഴുതുമ്പോൾ മീറ്റർ എന്നല്ലേ പറയാം, അത് ഈ ദേവികുട്ടി എന്നാണ് ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നത്. ദേവികുട്ടിയുടെ എല്ലാ അറിവും ദേവികുട്ടി എനിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ചെല്ലുമ്പോൾ ഒരു മടിയില്ല. അതുപോലെ IMAക്ക് ഒരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊരു അവർ സൗഹൃദ കൂട്ടായ്മ നടന്നു ഒറ്റപ്പാലത്ത് വെച്ചിട്ട്. അവർ MBBS ഒപ്പം പഠിച്ച കുട്ടികൾ. അങ്ങനെ വന്നപ്പോൾ അതിനൊരു അവതരണ ഗാനം, ഒരു പ്രാർത്ഥന വേണം. അപ്പോൾ ഞാനൊരു വൈകുന്നേരം ആണ് ഇവിടെ വീട്ടിലെത്തുന്നത്. കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നെ കണ്ടപ്പോൾ അത് നിർത്തി 1 മിനിറ്റ് കൊണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എങ്ങനെയാണെന്ന്, അത് ഞാൻ ആ പാട്ട് ഏൽപ്പിച്ച് പോന്നു. അന്ന് രാത്രി തന്നെ ദേവികുട്ടി അത് പാടിയിട്ട് പാട്ടാക്കിയിട്ട് തന്നു. പിറ്റേ ദിവസം രാവിലെ അവർ പ്രാർത്ഥനയായിട്ട് ആ പാട്ടാണ് അവർ പാടിയത്. അതേപോലെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്.
അതുപോലെ ദുർഗ എന്ന് പറഞ്ഞൊരു നൃത്തകലാലയുണ്ട്. അവരൊക്കെ അവതരണ ഗാനങ്ങൾ ഞാൻ ദേവികുട്ടിയാണ് സംഗീതം പകർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു വലിയ ബന്ധം ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ആ പഴയ ദേവികുട്ടി തന്നെയാണ്. യശോദ എന്ന തപം ചെയ്തനേ, യശോദ എന്ന തപം ചെയ്തനേ, യശോദ എങ്കും നിறை പരബ്രഹ്മ അമ്മ என்றழைக்க என்ன தவோ செய்தனே, யசோதா எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க என்ன தவோ செய்தனே. ஈரேழு புவனங்கள் படைத்தவனே, ஈரேழு புவனங்கள் படைத்தவனே, புவனங்கள் படைத்தவனே, கையிலேந்தி சீராட்டி பாலூட்டி தாலாட்ட நீ என்ன தவோ செய்தனே, யசோத எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க என்ன தவோ செய்தனே, യശോദ. ആദ്യത്തെ ഒരു ശിക്ഷകനാണ് അപ്പോൾ ഇത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ വന്ന് കൂടി ഇവിടെ നല്ല ഉഷാറായിട്ട് പോയിരുന്നു. ആദ്യം തന്നെ താളവും പിന്നെ ട്യൂണും ഒക്കെ പറഞ്ഞു കൊടുത്ത അതേപോലെ അങ്ങനെ 10ാം ക്ലാസ് കഴിയണ വരെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. സ്കൂൾ തലവും ജില്ല സ്റ്റേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിലെല്ലാം പങ്കെടുപ്പിച്ചിരുന്നു. അങ്ങനെ പിന്നെ പാലക്കാട് മ്യൂസിക് കോളേജിലേക്ക് പോയി. അവിടുന്ന് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് മെഡിക്കലായിട്ട് നല്ല ക്ലാസ്സോടെ പാസ്സായി. അങ്ങനെ പിന്നെ കുറച്ച് കാലം കലാമണ്ഡലത്തിൽ വർക്ക് ചെയ്തു. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ കാരണം അവൾക്ക് ശരിക്ക് അതിൽ നിൽക്കാൻ പറ്റിയില്ല. അപ്പോഴേക്ക് വീട്ടിലേക്ക് പോരേണ്ടി വന്നു. അങ്ങനെ പ്രശസ്ത നൃത്താധ്യാപകനായ ശ്രീ വി പത്മനാഭൻ മാസ്റ്റർ നടത്തുന്ന കേരള കലാക്ഷേത്ര അങ്ങാടിപ്പുറം, അവിടെ നിന്നാണ് എനിക്ക് ആദ്യമായി പുരസ്കാരം ലഭിച്ചത്, കലാക്ഷേത്ര പുരസ്കാരം. അതുപോലെ പത്മനാഭ മാഷാണ് ആദ്യമായിട്ട് എനിക്ക് സംഗീതം അഭ്യസിപ്പിക്കാനുള്ള പ്രചോദനം തന്നത്. പാടാനുള്ള പ്രചോദനം തന്നത് എൻ്റെ സംഗീതാധ്യാപികയായ ശ്യാമള ടീച്ചറും PC അരവിന്ദേട്ടനും ആണ്. അങ്ങനെയാണ് ഞാൻ കുറേശ്ശെ അറിയപ്പെട്ട് തുടങ്ങിയത്. അന്ന് 10 വയസ്സായിരുന്നു. 10 വയസ്സിലാണ് തുടങ്ങിയത്. പിന്നെ അതിനുശേഷം ദേവസ്ഥാനം, പെരിങ്ങോട്ടുകര ദേവസ്ഥാനം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഡോക്ടറേറ്റ് കിട്ടിയത് 2018 സംഗീതജ്ഞ ഡോക്ടർ ശ്രീദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ കുടുംബം തന്നെ ഒരു കലാകുടുംബമായിരുന്നു. സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ വാദ്യവിശിഷ്ട കലാകാരന്മാരും ജനിച്ച് വളർന്ന് ആ കുടുംബത്തിൽ സംഗീതരംഗത്ത് എത്തിച്ചേർന്ന ആളാണ് ഡോക്ടർ ശ്രീദേവി. അവരുടെ സംഗീതത്തെ പലപ്പോഴായി വിലയിരുത്തിയത് അവരുടെ സംഗീതം സോപാന സംഗീതത്തിനോടടുത്ത് ചേർന്ന് ശാസ്ത്രീയ സംഗീതമാണ് എന്നാണ് ഞങ്ങൾ ഒരു കൂട്ടം അധ്യാപകർ വിലയിരുത്തിയത്. കലാമണ്ഡലത്തിലെ അധ്യാപികയായിട്ടും ഈ നാട്ടിലെ നിരവധി സ്ഥാപനങ്ങളിലെ അധ്യാപികയായിട്ടും സേവനമനുഷ്ഠിക്കുന്ന അവർക്ക് നല്ല ഒരു കച്ചേരി നടത്തുമ്പോൾ മാത്രമേ വിലയിരുത്തപ്പെടാൻ കഴിയുകയുള്ളൂ എന്നതാണ് വാസ്തവം. അവരുടെ കച്ചേരിയിൽ അടുത്തയിടെ ആയിട്ട് പറയപ്പെട്ടുള്ളത് പഞ്ചരത്ന കീർത്തനത്തിൽ ശ്രീദേവിയെ മറികടക്കാൻ ഉള്ള സംഗീതജ്ഞരില്ല അടുത്ത പ്രദേശത്ത് എന്നാണ്. മാത്രമല്ല ശൈലേശ്വരി സംഗീത സഭ എന്ന ഒരു വലിയ സംഘടനയെ സൃഷ്ടിച്ച്
അതിനെ കൊണ്ടു നടത്തി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ സംഗീത രംഗത്തെ സേവനം തന്നെ ഒരു ഡോക്ടറേറ്റിനുള്ള സേവനമാണ് എന്ന് ഇവിടെ നാട്ടിലെ കലാകാരന്മാർ വിശ്വസിക്കുന്നു. ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ജയ് ഹിന്ദ്.